KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സുന്നി ഐക്യം, രാഷ്ട്രീയ വ്യക്തി താൽപര്യങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണം. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന ചർച്ചയാവുന്നു. SSF 22ാമത് സംസ്ഥാന സാഹിത്യോത്സവിന് തുടക്കമായി. സംസ്ഥാന സാഹിത്യോത്സവിൽ മാറ്റുരക്കാൻ 3000 പ്രതിഭകൾ തത്സമയം KMICയിൽ. താജുൽ ഉലമ സ്ക്വയർ യാഥാർത്ഥ്യമാക്കാൻ സുന്നി പ്രവർത്തകർ രംഗത്ത്. കാസർകോട്ട് CPM പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു. ജില്ലയിൽ നാളെ ഹർത്താൽ. ഹജ്ജ് യാത്ര ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 2-ന്. രാജ്യത്ത് വധശിക്ഷ നിർത്തലാക്കണമെന്ന് ദേശീയ നിയമ കമ്മീഷൻ. ജമ്മു കാശ്മീരിൽ വീണ്ടും പാക് വെടിവെപ്പ്, 3 മരണം, 22 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് CPM പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു. കോടാംവേളൂർ സ്വദേശി നാരായണനാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ആക്രമണത്തിൽ നാരായണന്റെ സഹോദരൻ അരവിന്ദന് ഗുരുതര പരിക്കേറ്റു. വൈകിട്ട് 3:30-നാണ് സംഭവം നടന്നത്. ബൈക്കിലെത്തിയ സംഘം കാഞ്ഞങ്ങാട് കായക്കുന്നിൽ വെച്ചാണ് ഇരുവരെയും കുത്തിയത്. ഇന്നലെ രാത്രി CPM പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് രാവിലെയും നേരിയ രീതിയിൽ സംഘർഷമുണ്ടായിരുന്നു. കൊലപാതകത്തെ തുടർന്ന് നാളെ കാസർകോട് ജില്ലയിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കൊലപാതകത്തിന് പിന്നിൽ BJPയാണെന്ന് CPM ജില്ലാ നേതൃത്വം ആരോപിച്ചു. രാജ്യത്ത് വധശിക്ഷ നിർത്തലാക്കണമെന്ന് ദേശീയ നിയമ കമ്മീഷൻ. വധശിക്ഷ ഘട്ടം ഘട്ടമായി നിർത്തലാക്കണമെന്ന ശുപാർശ കേന്ദ്ര സർക്കാരിനാണ് ദേശീയ നിയമ കമ്മീഷൻ നൽകുക. ആദ്യഘട്ടത്തിൽ വധശിക്ഷ തീവ്രവാദ കേസുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും ശുപാർശയിൽ പറയുന്നു. കമ്മീഷന്റെ കരട് റിപ്പോർട്ട് തയ്യാറായി. ഉടൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. മുംബൈ സ്ഫോടനക്കേസിൽ യാക്കൂബ് മേമനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. രാജീവ് ഗാന്ധി വധക്കേസിൽ പ്രതികളുടെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു. സെപ്റ്റംബർ 2-ന് അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇതോടെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ തൊഴിൽ മന്ത്രി ബന്ദാരു ദത്താത്രേയ ഉൾപ്പെടെ 5 മന്ത്രിമാർ ഉൾപ്പെട്ട സംഘമാണ് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയത്. ബുധനാഴ്ച നടന്ന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സർക്കാർ ഇന്നലെ യൂണിയൻ നേതാക്കളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിവെപ്പ് തുടരുന്നു. ഇന്ന് പുലർച്ചെയുണ്ടായ വെടിവെപ്പിൽ 3 ഗ്രാമീണർ കൊല്ലപ്പെട്ടു. 22 പേർക്ക് പരിക്കേറ്റു. ജമ്മുവിലെ RS-പുരയിലാണ് പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയത്. പ്രകോപനമില്ലാതെയാണ് പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയതെന്ന് BSF അറിയിച്ചു. കഴിഞ്ഞ ദിവസം സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പാക് പൌരൻ പിടിയിലായിരുന്നു. 4 പാക് പൌരന്മാർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. തെക്കുകിഴക്കൻ പാകിസ്ഥാനിലെ മുസഫർനഗർ സ്വദേശി സജ്ജാദ് അഹമ്മദാണ് പിടിയിലായതെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 2-ന് സുബഹി നിസ്കാരാനന്തരം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. ഈ വർഷം ഹജ്ജിന് പോകുന്ന ആദ്യ സംഘം സെപ്റ്റംബർ 2-ന് പുറപ്പെടും. വ്യാഴാഴ്ച ആലുവ പാലസിൽ ചേർന്ന ഹജ്ജ് ക്രമീകരണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിലാണ് തീരുമാനം. യോഗം മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് യാത്രയയപ്പിനായി വിപുലമായ ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി അദ്ദേഹം പറഞ്ഞു. 1,15,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ക്യാമ്പാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 65,000 ചതുരശ്ര അടി വിസ്തീർണമാണുണ്ടായിരുന്നത്. 100 ടോയ്ലറ്റുകൾ, കിച്ചൺ, മെസ്സ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വസ്ത്രധാരണത്തിന് പ്രത്യേക സൌകര്യം എന്നിവയും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടിനു പുറമെ കൊച്ചിയിലും സ്ഥിരം ഹജ്ജ് ക്യാമ്പ് വേണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. ദക്ഷിണ കേരളത്തിൽ നിന്നുള്ള ഈ ക്യാമ്പ് കൂടുതൽ സൌകര്യപ്രദമാകും. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. MI ഷാനവാസ് MP, MLA-മാരായ KNA ഖാദർ, അൻവർ സാദത്ത്, TA അഹമ്മദ് കബീർ, നഗരസഭാ ചെയർമാൻ MT ജേക്കബ്, മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലിബ് തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ഗൾഫ് വാർത്തകൾ.
നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. UAE വിശേഷങ്ങൾ. ഇന്ധനവില മാസം പുനർനിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത മാസത്തേക്കുള്ള പെട്രോൾ വില പ്രഖ്യാപിച്ചു. ഊർജ്ജ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ മത്തർ അൽ നിയാദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്ധനവില നിർണയ കമ്മിറ്റിയാണ് പുതുക്കിയ വില പ്രഖ്യാപിച്ചിരിക്കുന്നത്. അബുദാബിയിലെ സ്കൂൾ ബസ്സുകളിൽ സുരക്ഷാ സംവിധാനം നിലവിൽ വന്നു. എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടിന്റെ സഹകരണത്തോടെ അബുദാബി വിദ്യാഭ്യാസ കൌൺസിലാണ് 1300 സ്കൂൾ ബസ്സുകളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ കയറുന്നതും ഇറങ്ങുന്നതും എണ്ണുവാൻ ഡിറ്റക്ടറുകൾ, വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുവാൻ സെൻസറുകൾ എന്നിവയാണ് സ്കൂൾ ബസ്സുകളിൽ ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ 7 സ്വദേശി സൈനിക ഓഫീസർമാരുടെ മാതാക്കളെ ജനറൽ വിമൻസ് യൂണിയൻ ചെയർവുമണായ ഷെയ്ഖ ഫാത്തിമ ബിൻത്ത് മുബാറക്ക് പ്രകീർത്തിച്ചു. പ്രഥമ സ്വദേശി വനിതാ ദിനത്തിന്റെ ഉദ്ഘാടനത്തിലാണ് ഷെയ്ഖ ഫാത്തിമ ധീരജവാന്മാരുടെ മാതാക്കളെ പ്രശംസിച്ചത്. റാസൽ ഖൈമ നഗരസഭ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. സുപ്രീം കൌൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സയ്യിദ് ബിൻ സക്കർ അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപഭോക്താക്കൾക്ക് ആവശ്യം മുൻനിർത്തി പുതിയ കെട്ടിടം പണിതത്. ജനങ്ങളുടെ സ്വൈരജീവിതം തകർക്കുന്ന തരത്തിൽ ശബ്ദകോലാഹലങ്ങളുണ്ടാക്കിയ 19 കാറുകൾ ഷാർജ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം തുടക്കമിട്ട ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നടത്തിയ പരിശോധനയിലാണ് കാറുകൾ പിടികൂടിയത്. RSC വിസ്ഡം സമിതി UAEയുടെ വിവിധ സോണുകളിൽ ഇന്നു മുതൽ ആത്മസംസ്കരണം മനഃശാസ്ത്ര സമീപനത്തിലൂടെ എന്ന ശീർഷകത്തിൽ സ്പിരിച്വൽ ഹീലിംഗ് ശില്പശാല സംഘടിപ്പിക്കുന്നു. ദുബായിലെ പ്രമുഖ ട്രെയിനിംഗ് സ്ഥാപനമായ റിവാക്കുമായി സഹകരിച്ചുകൊണ്ടാണ് പരിപാടി നടത്തപ്പെടുന്നത്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 40ഓളം പണ്ഡിതന്മാർ പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ, അഖിലേന്ത്യാ മശായിഖ് ബോർഡ്, അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡ്, അഖിലേന്ത്യാ സൂഫി പണ്ഡിത സഭ തുടങ്ങിയ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സുന്നി പണ്ഡിതർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്. 45 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ രാജ്യത്ത് മുസ്ലിംകൾ പൊതുവിലും സുന്നി സമൂഹം പ്രത്യേകിച്ചും നേരിടുന്ന പ്രയാസങ്ങളും വിഷമതകളും സംഘം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥയും ആശങ്കയും ഇല്ലാതാക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളുക, ഇന്ത്യ ചരിത്രം പക്ഷപാതപരമായി പുനഃസൃഷ്ടിക്കരുത്, വിദ്യാഭ്യാസ മേഖലയിൽ മതേതര കാഴ്ചപ്പാടും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുക,
രാജ്യത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശിഷ്യ തലസ്ഥാന നഗരിയിൽ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമികൾ ബന്ധപ്പെട്ട സുന്നി അവകാശികൾക്ക് നൽകുക, എയർ ഇന്ത്യയുടെ സർവീസ് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം സീസണിലും അല്ലാത്ത ഘട്ടങ്ങളിലും നിരക്ക് ക്രമാതീതമായി വർദ്ധിപ്പിച്ച് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനം സംഘം പ്രധാനമന്ത്രിക്ക് നൽകി. രാജ്യത്തെ പ്രമുഖ പണ്ഡിത സംഘടനകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി സംഘത്തിന് ഉറപ്പ് നൽകിയതായി ചർച്ചയ്ക്ക് ശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സൂഫി പണ്ഡിതർ രാജ്യത്തിന്റെ പൊതുചിന്താധാരയുടെ ഭാഗമാണെന്നും ഇന്ത്യയുടെ ബഹുസ്വര സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് സൂഫി പണ്ഡിതരുടെ പ്രവർത്തനം സഹായകമായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി സംഘത്തോട് പറഞ്ഞു. തീവ്രവാദത്തിനെതിരെ പണ്ഡിതർ ശക്തമായി രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, അഖിലേന്ത്യാ മശായിഖ് ബോർഡ് അധ്യക്ഷൻ ഹസ്രത്ത് സയ്യിദ് മുഹമ്മദ് അഷ്റഫ്, കൊൽക്കത്ത മഖ്ദൂം അഷ്റഫി മിഷൻ പ്രസിഡന്റ് ഹസ്രത്ത് സയ്യിദ് ജലാലുദ്ദീൻ അഷ്റഫ്, ഹസ്രത്ത് സയ്യിദ് അഹമ്മദ് നിസാമി, ഡൽഹി നിസാമുദ്ദീൻ ഔലിയ ദർഗയിലെ സജ്ജാദ നിഷാൻ എന്നിവർ സംഘത്തിലെ പ്രമുഖരാണ്. താജുൽ ഉലമ ജ്വലിപ്പിച്ചുവെച്ച ആദർശവെട്ടും വരും തലമുറക്ക് കൊടുത്തു നൽകാൻ പ്രവർത്തകർ കർമ്മഗോതയിലേക്ക്. SYS 60ാം വാർഷിക സമ്മേളന നഗരിയായിരുന്ന എടരിക്കോട് പാടത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന താജുൽ ഉലമ സ്ക്വയർ നിർമ്മാണം തീർക്കാനുള്ള ആവേശം നെഞ്ചേറ്റിയാണ് ജില്ലയിലെ സുന്നി പ്രവർത്തകർ കർമ്മസജ്ജരായത്. മതപ്രബോധന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് സ്മാരകമായി പണി കഴിപ്പിക്കുന്നത്. മസ്ജിദ്, സംഘടനാ കാര്യാലയങ്ങൾ, സാന്ത്വന കേന്ദ്രം, കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയാണ് പദ്ധതികൾ. 25 സെന്റ് സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രവർത്തക പങ്കാളിത്തത്തോടെയാണ് ഇത് പൂർത്തിയാക്കുക. സംഗമം SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. വടശ്ശേരി ഹസൻ മുസ്ലിയാർ പദ്ധതി വിശദീകരിച്ചു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കമ്മിറ്റിക്ക് രൂപം നൽകി. മഅദിൻ വാർഷികാഘോഷമായ വൈസന്യത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഷീ ക്യാമ്പസിന്റെ ഉദ്ഘാടന കർമ്മം നിലമ്പൂരിലെ ഏനാന്തിയിൽ മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നിർവഹിച്ചു. വനിതകളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന ഷീ ക്യാമ്പസ് മലയോര മേഖലയുടെ മുന്നേറ്റത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നും പെൺകുട്ടികൾക്ക് ധാർമ്മികാന്തരീക്ഷത്തിൽ വിവിധ വിഷയങ്ങളിൽ അവഗാഹം നേടാനുള്ള സുരക്ഷിത ക്യാമ്പസാണ് മഅദിൻ ഒരുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന ഷീ ക്യാമ്പസിൽ പ്രൈമറി തലം തൊട്ട് ബിരുദാനന്തര ബിരുദ ഗവേഷണ തലം വരെയുള്ള വ്യത്യസ്ത പഠന സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. വൈകുന്നേരം 4-ന് ആരംഭിച്ച പൊതുസമ്മേളനം സമസ്ത കേന്ദ്ര മുശാവറ അംഗം താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് മുഖ്യാതിഥിയായി. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, ബാപ്പുട്ടി ദാരിമി, എടക്കര PH ദാരിമി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ജാമിയ സഅദിയ അറബിയിൽ എല്ലാ മാസവും നടന്നുവരുന്ന അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പണ്ഡിത ദർസ് ഈ മാസം 30-ന് ഞായറാഴ്ച രാവിലെ 9-ന് നടക്കും. ദേളി ജലാലിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പണ്ഡിത ക്ലാസിൽ ജാമിയ സഅദിയ പ്രസിഡന്റ് സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ പ്രാർത്ഥന നടത്തും. സമസ്ത വൈസ് പ്രസിഡന്റുമാരായ നിബ്രാസുൽ ഉലമ AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, താജുശരിയ M ആലിക്കുഞ്ഞു മുസ്ലിയാർ ഷിറിയ, സമസ്ത മുഷാവറ മെമ്പർമാരായ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, സഅദിയ വർക്കിംഗ് സെക്രട്ടറി AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. SSF 22ാമത് സംസ്ഥാന സാഹിത്യോത്സവിന് കാരന്തൂർ മർക്കസിൽ തുടക്കമായി. 2 ദിവസത്തെ കലാമത്സരങ്ങൾ മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. 3 മണിയോടെ ആരംഭിച്ച ഘോഷയാത്രയോടെയായിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കമായത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിത നേതാക്കൾ വേദിയിലെത്തി. സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷ പ്രഭാഷണം നടത്തി. 22ാമത് സംസ്ഥാന സാഹിത്യോത്സവിലെ ആദ്യ മത്സരം ജനറൽ വിഭാഗം ദഫ് മത്സരം. ഉദ്ഘാടന സെഷനു ശേഷമാണ് വേദി 1-ൽ മത്സരങ്ങൾക്ക് തുടക്കമായത്. സ്റ്റേജ് തര മത്സരങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ആരംഭിച്ച SSF സംസ്ഥാന സാഹിത്യോത്സവിൽ മാറ്റുരക്കുന്നത് 3000-ഓളം പ്രതിഭകൾ. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും നീലഗിരിയിൽ നിന്നുമെത്തുന്ന പ്രതിഭകൾ 91 ഇനങ്ങളിൽ 6 വിഭാഗങ്ങളിലായി 12 വേദികളിൽ വെച്ചാണ് മാറ്റുരക്കുന്നത്. മാപ്പിള കലകളുടെ പരിപോഷണം മുഖ്യ ലക്ഷ്യമാക്കി പാടി പറയലും കവാലി, ന്യൂസ് റൈറ്റിംഗ്, ന്യൂസ് റീഡിംഗ് എന്നിവയും ഇത്തവണത്തെ ശ്രദ്ധിക്കപ്പെടുന്ന പുതിയ ഇനങ്ങളാണ്. വിപുലമായ സൌകര്യങ്ങളാണ് മത്സരാർത്ഥികൾക്കും കാണികൾക്കും വേണ്ടി മർക്കസ് നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. നാളെ വൈകുന്നേരം 4-ന് നടക്കുന്ന സമാപന സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. C മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിക്കും. VT ബൽറാം MLA അതിഥിയായിരിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, VPM ഫൈസി വില്യാപ്പള്ളി, ഹുസൈൻ മുസ്ലിയാർ പടനിലം, മുഖ്താർ ഹസ്രത്ത്, സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും.
സാംസ്കാരിക നായകന്മാർ ദൌത്യം തിരിച്ചറിയണമെന്ന് പി.ടി. റഹീം എം.എൽ.എ. സമൂഹത്തിൽ കലയുടെയും സാഹിത്യത്തിന്റെയും പേരിൽ അറിയപ്പെടുന്നവർ അശ്ലീലതയുടെ പ്രചാരകരും അസാംസ്കാരികതയുടെ സ്ഥാനപതികളുമായി മാറിയിരിക്കുകയാണ്. പഴയകാലത്ത് സാംസ്കാരിക പ്രവർത്തകർ സാധ്യമാക്കിയത് തങ്ങൾക്ക് നേടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കണമെന്നും റഹീം പറഞ്ഞു. SSF സംസ്ഥാന സാഹിത്യോത്സവിന്റെ ഭാഗമായി മർക്കസിൽ നടന്ന സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇബ്രാഹിം സഖാഫി താത്തൂർ അധ്യക്ഷത വഹിച്ചു. PV അഹമ്മദ് കബീർ വിഷയാവതരണം നടത്തി. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഐക്യാഹ്വാനത്തിന് സോഷ്യൽ മീഡിയയിൽ പിന്തുണ വർദ്ധിക്കുന്നു. മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ ആഹ്വാനത്തെ മുക്തകണ്ഠം പ്രശംസിച്ചതായാണ് അറിയുന്നത്. സുന്നികൾക്കിടയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷത പ്രാപിച്ച് പലയിടങ്ങളിലും രക്തച്ചൊരിച്ചിലിലേക്ക് നീങ്ങിയതോടെയാണ് ലീഗ് നേതാവും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പുത്രനുമായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ സുന്നി ഐക്യത്തിന് അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയത്. പ്രശ്നപരിഹാരത്തിന് ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്ന് തങ്ങൾ തുറന്നു പറയുന്നു. പ്രസ്താവനയുടെ പൂർണ്ണരൂപം എങ്ങനെയാണ്? നേതാക്കൾ ഒന്നിച്ചു നിന്നാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയും. ഭിന്നതകളുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ പൊതുവായ വിഷയങ്ങളിൽ ഒന്നിച്ചു നീങ്ങുന്ന രീതി കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു. ഇടക്കാലത്ത് അതിന് കോട്ടം വരികയും വീണ്ടും ഐക്യത്തിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പള്ളികളുടെയും മദ്രസകളുടെയും പേരിൽ സുന്നികളിലെ രണ്ടു വിഭാഗങ്ങളും അകന്നകന്നു പോകുന്ന സ്ഥിതിയാണ്. ഇത് പരിഹരിക്കാനുള്ള ഇടപെടലുകളിൽ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. കാന്തപുരം AP ഉസ്താദ്, ഇപ്പുറത്തുള്ള കോട്ടുമല ഉസ്താദ്, എളാപ്പ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരാരും സമുദായം തമ്മിലടിക്കുന്നതിന് അനുകൂലമല്ല. എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് പരിഹരിച്ച് മുന്നോട്ടു പോകാതെ പാടില്ല. ഭിന്നത ഉണ്ടാക്കുന്നവരെ നേതാക്കൾ സംരക്ഷിക്കാതിരിക്കാൻ രണ്ടു വിഭാഗവും തമ്മിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീരുമാനമെടുക്കാവുന്നതേയുള്ളൂ. അത്തരമൊരു ചർച്ചയും തീരുമാനവും ആഹ്വാനവും വൈകാതെ ഉണ്ടായേക്കും. പള്ളിത്തർക്കങ്ങളും കേസുകളുമൊക്കെ ഉണ്ടെന്നതു ശരി തന്നെ. സായുധ ഏറ്റുമുട്ടലും കൊലപാതകം പോലും ഉണ്ടായതാണല്ലോ. അത്തരം സാഹചര്യം ഇനി ഉണ്ടാകുന്നതൊഴിവാക്കി നീങ്ങാനാണ് ശ്രമം. കലണ്ടർ നോക്കി പള്ളിയിൽ കയറുന്ന സ്ഥിതി മാറണം. ചർച്ച ചെയ്ത് വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവരും തയ്യാറായാൽ ആ നിലക്ക് മുന്നോട്ടു പോകാൻ പറ്റും. രാഷ്ട്രീയവും വ്യക്തിപരവുമായ താൽപര്യങ്ങൾ മാറ്റിവെച്ചാൽ മതി. ഇങ്ങനെയാണ് പ്രസ്താവന അവസാനിക്കുന്നത്. മുനവ്വർ അലി തങ്ങളുടെ ഈ പ്രസ്താവനയോടെ വിവിധ കോണുകളിൽ ഐക്യത്തിന്റെ വരുംവരായികളെപ്പറ്റി ചർച്ച ചൂടുപിടിക്കുകയാണ്. പിതാവ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ധാരാളം ഐക്യശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെയും മുനവ്വർ അലി തങ്ങളുടെ പിന്തുണയുമുണ്ടായിട്ടുണ്ട്. യോജിച്ചു പോകാനുള്ള പല ശ്രമങ്ങൾക്കും ചിലരുടെ പിടിവാശി വിലങ്ങുതടിയാവുകയായിരുന്നു. സമസ്തയിലെ പിളർപ്പിനുശേഷം മർഹൂം KS അബ്ദുള്ള സാഹിബ്, ഗൾഫാർ മുഹമ്മദ് അലി, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പലവട്ടം ഐക്യചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒടുവിൽ 4 വർഷം മുമ്പ് അപ്പോളോ ചെയർമാൻ CP മൂസ ഹാജിയുടെ നേതൃത്വത്തിൽ ഐക്യശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ഇരുവിഭാഗത്തു നിന്നുമുള്ള നേതാക്കളും രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരും പലതവണ ചർച്ചാവേദിയിൽ അണിനിരന്നത് സുന്നി കേരളം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൊതുവായ വിഷയങ്ങളിൽ യോജിച്ചു നീങ്ങുക എന്നതിലായിരുന്നു ധാരണയായത്. ഐക്യം എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് ലയനമല്ല എന്ന നേതാക്കളുടെ പ്രസ്താവന ഇത്തരമൊരു ധാരണയുടെ ബഹിർപ്രകടനമായിരുന്നു. എന്നാൽ യോജിപ്പിനോട് താൽപര്യമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ ഉള്ളിലിരുപ്പ് അന്ന് നടന്ന ചെമ്മാട് ദാറുൽ ഹുദ സമ്മേളനത്തിൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ പ്രസംഗത്തോടെ പുറത്തുചാടുകയായിരുന്നു. ഐക്യശ്രമത്തിന് മുന്നിട്ടിറങ്ങിയ ലീഗ് നേതാക്കളെ അടക്കം അപഹസിക്കുന്ന രീതിയിലായിരുന്നു ചെറുശ്ശേരിയുടെ പ്രസംഗം. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഐക്യാഹ്വാനത്തെ പ്രബുദ്ധ കേരളം പ്രതീക്ഷയോടെ കാണുമ്പോഴും തങ്ങളുടെ നിലപാടുകളെ നീരസത്തോടെ വീക്ഷിക്കുന്ന ചില ഒറ്റപ്പെട്ടവരെയും ഇവിടെ വെളിപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ്. മുനവ്വർ അലി തങ്ങളുടെ ആഹ്വാനത്തെ അപകടകരമായ നിലപാടായി വിലയിരുത്തുന്നത് SKSSF നേതാവും സുപ്രഭാതം ദിനപത്രത്തിന്റെ മുക്കം ബ്യൂറോ ചീഫുമായ നവാസ് ഓമശ്ശേരിയാണ്. മുനവ്വർ അലി തങ്ങളുടെ പ്രസ്താവന ദീർഘവീക്ഷണമില്ലാത്ത നിലപാടായിപ്പോയെന്ന നവാസ് ഓമശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിരിക്കുകയാണ്. മുമ്പ് ചന്ദ്രിക പത്രത്തിന്റെ ലേഖകനു കൂടിയായ നവാസ് അത് രാജിവെച്ചാണ് സുപ്രഭാതത്തിൽ ചേർന്നത്. നവാസിന്റെ നിലപാടിനെതിരെ ലീഗ് അണികൾക്കിടയിൽ പ്രതിഷേധം രൂക്ഷമായിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ട് CPM പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു. ജില്ലയിൽ നാളെ ഹർത്താൽ. ഹജ്ജ് യാത്ര ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 2-ന്. രാജ്യത്ത് വധശിക്ഷ നിർത്തലാക്കണമെന്ന് ദേശീയ നിയമ കമ്മീഷൻ. താജുൽ ഉലമ സ്ക്വയർ യാഥാർത്ഥ്യമാക്കാൻ സുന്നി പ്രവർത്തകർ രംഗത്ത്. SSF 22ാമത് സംസ്ഥാന സാഹിത്യോത്സവിന് തുടക്കമായി. സംസ്ഥാന സാഹിത്യോത്സവിൽ മാറ്റുരക്കാൻ 3000 പ്രതിഭകൾ തത്സമയം KMIC-യിൽ.
സുന്നി ഐക്യം രാഷ്ട്രീയ വ്യക്തി താൽപര്യങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണം. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന ചർച്ചയാവുന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.